ഹായ്, നല്ലൊരു ഫാമിലി മൂവി കാണാൻ കൊതിയൊന്നുണ്ടോ? എന്നാൽ ധൈര്യമായിട്ട് തോമസ് സെബാസ്റ്റ്യൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന അം ആ കണ്ടോളൂ. അം ആ അമ്മ ഫാമിലി ഓഡിയൻസിനെ ലക്ഷ്യമാക്കി എടുത്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മൂവി തന്നെയാണ് കേട്ടോ. അമ്മ നല്ലൊരു സ്റ്റോറി നന്നായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെഞ്ചിൽ കൊള്ളുന്ന, ഹൃദയത്തിൽ കൊള്ളുന്ന ഒരു ഫിലിമാണ്. ഒരു കൊച്ചു കുഞ്ഞും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സ്റ്റോറിയാണ്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു മിസ്റ്ററിയുമാണ്. ഓക്കെ, ഒരു ചെറിയ സസ്പെൻസ് ഒക്കെ ഉള്ള ഒരു ഫിലിം തന്നെയാണ്. പെറ്റമ്മ പോറ്റമ്മ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? ഇതിൽ വേറെ ഒരു അമ്മയുണ്ട്. അതായത് ഒരു കുഞ്ഞിനെ ചുറ്റിപ്പറ്റി മൂന്നമ്മമാരുടെ ഒരു കഥയാണ്. സറഗേഷൻ എന്നുള്ള ആ ഒരു വാക്ക് എത്ര പേര് കേട്ടിട്ടുണ്ട്, എത്ര പേർക്ക് അത് പരിചിതമാണെന്ന് എനിക്കറിയില്ല. നമുക്ക് നിയമത്തിലൊക്കെ അത് പഠിക്കാനുണ്ട്. ആ ഒരു ആസ്പെക്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ലീഗൽ പോയിന്റ്, അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു എത്തിക്കൽ, മോറൽ, എല്ലാ തലങ്ങളും അത് വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ സറഗേഷൻ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് എന്നെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയാണ്. ഗംഭീര സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയലോഗ്സ് ഒക്കെ ആണെങ്കിലും അനാവശ്യമായിട്ട് ഒരു സിംഗിൾ ഡയലോഗ് പോലും ഇല്ല. ഫിലിം കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഒരു ഭാരമായിട്ട് കുറച്ച് നേരം കൂടി ഇങ്ങനെ അതിങ്ങനെ ലിങ്കർ ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റോറി. അങ്ങനെയൊക്കെ ഒരു സ്റ്റോറി നമുക്ക് മലയാളത്തിൽ ലഭിച്ചിട്ട് വളരെ കാലങ്ങളായി തോന്നുന്നു. കണ്ണ് നനയാതെ പലരും അവിടെ നിന്ന് കരയുന്നതാണ് ഞാൻ കണ്ടത്. പക്ഷേ കണ്ണ് നനയാതെ ഇത് കണ്ടിറങ്ങാൻ ഒരു പ്രേക്ഷകനും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ വാസ്തവം. ഉഗ്രൻ മൂവി കേട്ടോ, ഉഗ്രൻ. ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഫാമിലി മൂവി. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ദേവദർശിനി, ദിലീഷ് പോത്തൻ, ജാഫർ ഇടുക്കി. ഇതിൽ ദേവദർശിനിയുടെ ആ ഒരു പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. എക്സലൻ്റ്. അതിനെനിക്ക് വേറെ വാക്കുകൾ അറിയാത്തത് കൊണ്ടാട്ടോ. അത്രയ്ക്കും ഉഗ്രൻ പെർഫോമൻസ് ആണ്. പിന്നെ ദിലീഷ് പോത്തൻ ആസ് യൂഷ്വൽ ഒരു നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്കത് എന്താണ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സസ്പെൻസ് സ്പോയിലർ ആയിപ്പോവും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഓക്കെ, എല്ലാ കഥാപാത്രങ്ങളും ഇതിൽ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ എടുത്ത് പറയേണ്ടത് ദേവദർശിനിയുടെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ്. ഏതൊരാൾക്കും ഇമോഷണലി കണക്ട് ആവും എന്നുള്ള ആ ഒരു അതാണ് ഈ ഒരു ഫിലിമിൻ്റെ പ്രത്യേകത. ഏതൊരാൾക്കും എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഇത് സ്ത്രീകൾക്കാണ് കൂടുതൽ ആ ഒരു അമ്മ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇരിക്കുന്നതുകൊണ്ട്. 10 മാസം വയറ്റിൽ ചുമന്നതിനെ നൊന്ത് പ്രസവിച്ചതാണെന്നൊക്കെയുള്ള ആ ഒരു ഡയലോഗ് എല്ലാ അമ്മമാരും വാരി വിതറുന്നതാണല്ലേ. പക്ഷേ അങ്ങനെ ആവണം എന്നില്ല ഒരു അമ്മ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ എത്താനും അതിൻ്റെ വേറെ അർത്ഥതലങ്ങളിലേക്ക്, അതായത് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള വയറ്റിൽ തന്നെ കുഞ്ഞിനെ ചുമക്കണം എന്നില്ല, ഹൃദയത്തിൽ ചുമക്കുന്ന അമ്മമാരും ഉണ്ടെന്ന് തെളിയിച്ചു തരുന്നതാണ് ഈ ഒരു ഫിലിം. ഒരു കുഞ്ഞിന് വേണ്ടി ജീവിതാവസാനം വരെ ജീവൻ തന്നെ ത്യജിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ കഥയെന്നും നമുക്കിതിനെ വിശേഷിപ്പിക്കാം. പല സന്ദർഭങ്ങളിലും കണ്ണ് നിറയ്ക്കുന്ന ഒത്തിരി, എസ്പെഷ്യലി ആ ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ ഒത്തിരി സീൻസ് ഉണ്ട് കേട്ടോ. ഞാനൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുമായിരുന്നു, കാരണം ഇങ്ങനെ നിറഞ്ഞു ഒഴുകാതിരിക്കാൻ. ഇങ്ങനെ കണ്ണ് നിറഞ്ഞു വരുമ്പോൾ നമ്മളിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ചിമ്മി അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. ആ ഒരു കണ്ടീഷൻ തന്നെയായിരുന്നു അവിടെ എല്ലാവരുടെയും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ BGM വളരെ സ്യൂട്ട് ചെയ്യുന്നുണ്ട്, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ക്യാമറ വർക്കാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി അനീഷ് ലാൽ RS എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് വാക്കുകളില്ല, കാരണം അത്ര മനോഹരമായിട്ട് ഇടുക്കിയുടെ ആ ഒരു പ്രകൃതി മനോഹാരിതയും ആ ഒരു പച്ചപ്പും ഒരു ക്യാമറ കണ്ണിൽ എത്രത്തോളം ആവാഹിച്ചെടുക്കാമോ അത്രത്തോളം ആവാഹിച്ചിട്ടുണ്ട്. എനിക്ക് അതേ പറയാനുള്ളൂ. ഡ്രോൺസിൻ്റെ വരവോടെ നമുക്ക് പ്രകൃതിയുടെ ഭംഗി നമുക്ക് വളരെ കുറച്ചുകൂടെ എന്താ പറയുക ഡീപ്പായിട്ട് ക്യാപ്ചർ ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റി കിട്ടിയിട്ടുണ്ട്. അത് മാക്സിമം ഈ ഒരു ഫിലിമിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കവന്ത എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്. അതൊരു പ്ലേസിൻ്റെ, ഒരു സ്ഥലത്തിൻ്റെ, ഒരു ഹിൽ ടോപ്പിൻ്റെ പേരാണ്. ആ സോങ്ങിലും ആ കവന്ത എന്നാണ് ആ സോങ്ങിന്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അത് മനസ്സിലാവും. ആ കവന്ത സോങ് മാത്രം കണ്ടാൽ മതി. ഇതിൻ്റെ ആ ഒരു വിഷ്വൽ ട്രീറ്റും കൂടെയാണ് ആ ഒരു സോങ് എന്ന് പറയുന്നത്. സോങ്ങും ഭയങ്കര രസമാണ്. ഫോക്ക് ഒരു നാടൻ പാട്ടിൻ്റെ ആ ഒരു രീതിയാണ്. ബ്യൂട്ടിഫുൾ ഒരു ഫോക്ക് സോങ് ആണ് അത്. മ്യൂസിക് ഗോപി സുന്ദറാണ്. വളരെ രസകരമായിട്ടും അതും ആ ഒരു ഫിലിമുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സോങ്. എല്ലാം കൊണ്ടും എന്താ പറയുന്ന നമുക്ക് കണ്ണിനും കാതിനും എല്ലാം ഒരു നമുക്ക് കുളിർമ നൽകുന്ന, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം മനസ്സിൽ കടന്നുകൂടുന്ന ഒരു സോങ് സീക്വൻസ് ആണത്. ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രിപ്റ്റിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ കവി പ്രസാദ് ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. വളരെ മനോഹരമായിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അനാവശ്യമായ ഒരു വാക്ക് പോലും അതിൻ്റെ അകത്തില്ല. വളരെ ശക്തമായ ലാംഗ്വേജാണ് പല ഭാഗത്തും. അതിലെനിക്ക് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വരിയുണ്ട് കേട്ടോ. ആഗ്രഹവും കൊതിയും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് ഇങ്ങനെ ഒരു ക്യാരക്ടർ അതിൽ പറയുന്നുണ്ട്. എന്ത് മനോഹരമായിട്ടാണത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഇതുപോലത്തെ നല്ല മനോഹരമായ സിനിമകൾ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ഫിലിമിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ. ഇവൻ എനിക്ക് ഒത്തിരി പേര് പറയാനുണ്ട്, എനിക്ക് പലരുടെയും പേരറിയില്ല കേട്ടോ. കുഞ്ഞാവെ ആയിട്ട് വന്ന കുഞ്ഞ് വാവ ഉൾപ്പെടെ എല്ലാവരും വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ ആ കഥയുടെ ഒരു ഫ്ലോ വളരെ ഇതാണ്, ലോജിക്കലാണ്. അതിൽ ഒരിടത്തും നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, അത് അത്ര പോരല്ലോ, നമുക്കൊരു ഡൗട്ട് തോന്നുന്ന ഒരു സീക്വൻസ് പോലും ഇല്ല. വളരെ നന്നായിട്ട് ക്രാഫ്റ്റഡ്, ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് മൂവി എന്നൊക്കെ പറയില്ലേ നമ്മൾ. സീരിയസ് ആയിട്ട് കാണുന്നവർ, ഒരു ഫിലിമിനെ അപ്രോച്ച് ചെയ്യുന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. പിന്നെ തീരെ യങ്സ്റ്റേഴ്സിന് ചിലപ്പം ഒരു അവരുടെ കപ്പ് ഓഫ് ടീ ആവണം എന്നില്ല. കാരണം കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഒരു അബൌട്ട് 20s
ആ ഒരു ലെവലിലൊക്കെ ഉള്ള ആളുകൾക്കാണ് ഇത് എനിക്ക് തോന്നുന്നു കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇതാണ് എൻ്റെ അഭിപ്രായം. ആ എല്ലാവരും കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ തിയേറ്ററിൽ തന്നെ കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം. എന്നാലേ നമുക്ക് ഇനിയും നല്ല സിനിമകൾ കിട്ടുള്ളൂ. ഓക്കെ, ബൈ.